വീണ്ടെടുത്ത് കിടന്ന SKN സർക്കസ് കാണിക്കുകയാണ്. ഇന്നലെ രാവിലെ പറഞ്ഞത് സർക്കാർ വയനാട് ചെലവാക്കിയ തുക എന്നാണ്. കേരളത്തിലെ മിക്ക വാർത്താ ചാനലുകളും ഇത് ചെലവാക്കിയ തുകയാണെന്നുള്ളതിൽ വാർത്ത പുറത്തുവിട്ടു. ആരെങ്കിലും ചില സോഴ്സുകൾ ഇത് മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ആ വാർത്തയിൽ അടിസ്ഥാനപരമായി സത്യമില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ വാർത്ത അപ്പം തന്നെ തിരുത്തുകയും അത് ടോട്ടൽ എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്തു. ശ്രീകണ്ഠൻ നായർ ഇന്നലെ പറഞ്ഞത് ആ പച്ചക്കളവ് അതേപോലെ വിഴുങ്ങി. കളവാന്ന് തെറ്റിദ്ധാരണ പറ്റി, അത് തട്ടിപ്പാന്ന് ആ വാർത്ത വന്നത് കേന്ദ്രീകരിക്കപ്പെട്ട ഏതോ സോഴ്സിൽ നിന്ന് ബോധപൂർവ്വമുണ്ടായ ഒരു വാർത്ത. അത് നമ്മൾ അന്വേഷിക്കുന്നവരെ പറഞ്ഞു വെച്ചിട്ട് ശ്രീകണ്ഠൻ നായർ ഇന്നലത്തെ അത് ക്ലോസ് ചെയ്തു. പക്ഷേ കേരളത്തിലെ മുഴുവൻ ആളുകളിലേക്കും ഇന്നലത്തെ ആ കളവെത്തി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. മുഴുവൻ മാധ്യമങ്ങൾ, സീക്രട്ട് ഏജന്റിനെ പോലുള്ള തേർഡ് റേറ്റ് പിമ്പുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം, ഈ കളവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമായിട്ടുള്ള പങ്കുവഹിച്ചു. നമുക്ക് ഈ ഇന്നലെ വന്നിട്ടുള്ള മെമ്മോറണ്ടം അവിടെ മാറ്റി വെക്കാം. അത് തെറ്റാണെന്ന് ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ 24 ചാനൽ ഉൾപ്പെടെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് അവിടെ മാറ്റി വെക്കാം. വയനാട് പ്രളയത്തിൻ്റെ കാര്യം മാത്രം നമുക്കെടുക്കാം. വയനാട് പ്രളയം കഴിഞ്ഞിട്ട് 45 ദിവസമായി. വയനാട് പ്രളയം കഴിഞ്ഞിട്ടാണ് ത്രിപുരയിലും ആന്ധ്രാപ്രദേശിലും പ്രളയം നടക്കുന്നത്. ത്രിപുരയിൽ മരണപ്പെട്ടത് 32 ആളാണ്. ആന്ധ്രയിൽ മരണപ്പെട്ടത് 40 പേരാണ്. ആന്ധ്രക്ക് കൊടുത്തത് 3500 കോടി രൂപയാണ്. ത്രിപുരക്ക് കൊടുത്തത് 40 കോടി രൂപയാണ്. അതും ആ സ്ഥലങ്ങൾ പ്രളയം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കേന്ദ്രം ഇത്തരത്തിൽ ഫണ്ട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് പാസ്സാക്കുന്നത്. 45 ദിവസം കഴിഞ്ഞ വയനാട് പ്രളയത്തിന് ശേഷം ഈ സമയം വരെ 10 റുപ്യ കേന്ദ്രം കേരളത്തിനെതിരായിട്ട് കൊടുത്തില്ല. എന്താ കൊടുക്കാത്തത്? കേരളത്തോടുള്ള കടുത്ത അവഗണനയും വിവേചനമാണ് BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഈ സമയം വരെ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ അവർ നടത്തിയ. കഴിഞ്ഞ ദിവസം ഏതോ പത്രക്കാർ സുരേഷ് ഗോപിയോട് എന്തേ കേന്ദ്ര ഫണ്ട് തരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. അയാളെപ്പോലെ യൂസ്ലെസ് ആയിട്ടുള്ള ഇത്ര തരംതാണ ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കേരളത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ കേരളത്തിനെതിരെയിലെ ഇത്ര ഭീകരമായിട്ടുള്ള അവഗണനക്കെതിരെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതുവരെ സംസാരിച്ചാൽ, ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിലത്തെയോ ഇൻസ്റ്റഗ്രാമിലത്തെയോ ഫേസ്ബുക്കിലത്തെയോ ഏതെങ്കിലും സെലിബ്രിറ്റീസ് സംസാരിച്ചാൽ ആരും മിണ്ടിയിട്ടില്ല. ഈ സീക്രട്ട് ഏജന്റിനെ പോലെ കോൺഗ്രസിൻ്റെയും BJPൻ്റെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എച്ചിൽ വാങ്ങി തിന്നിട്ട് സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയെല്ലാം നിരന്തരം കാറിൽ കയറി നിന്നിട്ട് ഫോണും തിരിച്ചു വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ഈ കേരളത്തിന് വേണ്ടിയിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇത് ഇനി മിണ്ടാനും പോകുന്നില്ല. പൈസ അവരെ വാങ്ങിയിട്ട് കീച്ചയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങളിത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ കടുത്ത അവഗണന എല്ലാ മേഖലയിലും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് എല്ലാത്തിനും കാരണം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ സമീപനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. കേരളത്തിന് ശേഷം പ്രളയം നടന്ന സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് കോടിയുടെ സഹായം. കേരളത്തിൽ മരിച്ചതിൻ്റെ 10-1 പോലും മരണമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത്രപാട് പൈസയിലും കൊടുക്കുന്നത്. കേരളത്തിന് 1 ഉറുപ്പ്യ പോലും തരുന്നില്ല. കടുത്ത അവഗണനയാണ് കേരളത്തോട് കാണിക്കുന്നത്. ആ അവഗണനേൻ്റെ മേലെയാണ് BJP കൃത്യമായിട്ടുള്ള പ്രൊപ്പഗണ്ട. ഓണം വിഷുവെല്ലാം വരുമ്പോൾ BJPക്കാർ പണ്ട് ആളെ കൊല്ലല്ല പതിവ് ഉണ്ടായത്. വാർത്ത വരില്ലല്ലോ. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് രാവിലെ തന്നെ മറുനാടൻ മലയാളിയിൽ വാർത്ത വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാ ചാനലിലും ബാക്കി മറ്റ് ചാനലുകളിലും വാർത്ത വരുന്നു. ഓൺലൈൻ മീഡിയകളിൽ വാർത്ത വരുന്നു. ഈ ഇവനെപ്പോലെയുള്ള നാറുകളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ പിന്നെ വീഡിയോസ് വരുന്നത്. അപ്പം ജനങ്ങളിത് മനസ്സിലാക്കണം. BJP വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ എങ്ങനെ കേരളത്തിന് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഒപ്പരം നിൽക്കുകയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം 90% മാധ്യമങ്ങളും ഈ സീക്രട്ട് ഏജന്റിനെ പോലെ നാറികളും. അപ്പോൾ ജനങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ആരാണ് കേരളത്തിനെ തകർക്കാൻ നോക്കുന്നത്, ആരാണ് കേരളത്തെ അവഗണിക്കാൻ നോക്കുന്നത് എന്നുള്ളത്, കേരളത്തിൻ്റെ വളർച്ചയെ, കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് ആര് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ബൈ.